കസ്റ്റമർക്ക് 50,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനം പോളോ GT. ഒരുപാട് ആളുകൾ ഫാൻ ബേസ് ഉള്ള വാഹനമാണ്. GTയില് ഹൈലൈനില് GTIന്റെ ഗ്രില്ലും GTIന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത കസ്റ്റം ചെയ്ത വാഹനമാണ്. 1000ന്റെ വണ്ടിയിൽ ഫുൾ ഓൺ 490 ചെറിയ പൈസ കൊണ്ടോ 30,000 രൂപ ഉണ്ടെങ്കിൽ ഡീസലില് റിഡ്സ് VDI 14 ലാസ്റ്റ് 5,40,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഉണ്ടോ? ഫുള്ള് ലോണില് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. മൈലേജിന്റെ എന്താണെങ്കിലും ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. 7 സീറ്റർ വാഹനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ക്യാഷ് ബാക്ക് ഓഫർ 1,00,000 രൂപ ക്യാഷ് ബാക്ക്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആയിട്ടുണ്ട്. 1-ാം തീയതി വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് തന്നെ ഡോക്യുമെന്റേഷൻ ഫുൾ ഓൺ ഉള്ള വാഹനമാണിത്. കസ്റ്റമർക്ക് 1,50,000 രൂപ കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ക്യാഷ് ഡിസ്കൗണ്ട് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. വണ്ടി കണ്ടവർക്ക് പറ്റിക്കഴിഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രൈസ് നമ്മൾ മാക്സിമം മുട്ടിച്ചു കൊടുക്കും. നമ്മൾ റേറ്റ് നമ്മൾ നോക്കണില്ല. കാരണം പുതിയ അപ്ഡേഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ നമ്മൾ പുതിയ ടോക്കൺ ചെയ്തിട്ടുണ്ട്. ആ പൈസകളൊക്കെ അവർക്ക് റീഫണ്ട് ചെയ്യണം. 75 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കസ്റ്റമർക്ക് കൊടുക്കും. ഒരു രൂപ മുടക്കില്ലാതെ ഇറക്കാൻ പറ്റുന്ന i20 ആക്റ്റീവില് XX 6 എയർ ബാഗ് പുഷ്പട്ട വരുന്ന വണ്ടി. 40ഓളം വണ്ടികൾ, പുതിയ സ്റ്റോക്കുകൾ 40ഓളം വണ്ടികൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിൽ 10-15ഓളം വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ ഉള്ള വണ്ടി. ഫ്രണ്ട്സ്, നമ്മൾ RB മോട്ടോഴ്സിന്റെ ഫസ്റ്റ് ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞിരുന്നു. ഫുൾ ഓണുകളുടെ ചാകര, അങ്ങോട്ട് ക്യാഷ് ഉണ്ടാവാം. അപ്പൊ ഈ ഡിസംബറിൽ RB മോട്ടോഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ഗംഭീരമായ ഒരു ഓഫറാണ് ഇപ്പൊ നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ നമ്മൾ സമീർ ഭായി വിളിച്ചപ്പോ ഞാനൊരു 2 മാസം വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഡിസംബറിൽ എന്തായാലും നിങ്ങൾ വരണം. കാരണം എന്താ വെച്ചാൽ ഗംഭീരമായ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സും അറിയട്ടെ നമ്മൾ ഓഫറുകൾ കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം നല്ല സിബില് കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കണ്ട. കൂടാതെ ഡോക്യുമെന്റ് ചാർജ് ഫ്രീ ആണ് അല്ലെ? ഏകദേശം 10 രൂപയൊക്കെ നമുക്ക് വരും. നമുക്ക് പലർക്കും അറിയാത്തൊരു എമൗണ്ട് ആണ്. നമ്മൾ ലോണിന്റെ കൂട്ടത്തിൽ നമ്മൾ ഡൗൺ പേയ്മെന്റിൽ അറിയാതെ പോകുന്ന ഒരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് നമുക്ക് ഫുൾ ഓൺ വണ്ടികൾക്കൊക്കെ ഫ്രീ ആണ്. കൂടാതെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം എത്ര വണ്ടികളുണ്ട് സമീർ ഭായി നമുക്ക് ഈ ഒരു ഡിസംബർ പൊളിക്കാൻ വേണ്ടിയിട്ട്? 40ഓളം വണ്ടികൾ, പുതിയ സ്റ്റോക്കുകൾ 40ഓളം വണ്ടികൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിൽ 10-15ഓളം വണ്ടികൾ നമുക്ക് ഫുൾ ഓൺ ഉള്ള വണ്ടികളുണ്ട്. ഒരു 5 വണ്ടിയിൽ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികളുണ്ട്. ഇനിയും വണ്ടികൾ എടുത്തോണ്ടെങ്കിൽ ഇന്ന് 4 വണ്ടി എടുത്തിട്ടുണ്ട്. 3 മറാസോ, അതും വെറൈറ്റി കളറുകളിലുള്ള മറാസോ, അത് 3 എണ്ണം. അത് പക്കാ കേരള സിംഗിൾ ഓണർ വണ്ടികൾ മാത്രം. അതും നമുക്ക് 2-3 ലക്ഷം രൂപ നിങ്ങൾക്ക് അധികം കിട്ടുന്ന വാഹനങ്ങൾ. അതുപോലെ തന്നെ ഇനിയും നമ്മൾ ക്രെറ്റ ഓട്ടോമാറ്റിക് ഡീസൽ തപ്പുന്ന ആളുകൾ, ഡെലിവറി കിട്ടില്ല, കസ്റ്റമർ കയ്യിൽ നിന്ന് ബുക്കിംഗ് ഓർഡർ എടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്, ഡെലിവറി തന്നു കഴിഞ്ഞാൽ വണ്ടി നമുക്ക് കൊണ്ടുപോകാം. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പ്, 1 രൂപ മുടക്കില്ലാതെ ഇറക്കാൻ പറ്റുന്ന i20 ആക്റ്റീവില് XX 6 എയർ ബാഗ് പുഷ്പട്ട വരുന്ന വണ്ടി. 6 എയർ ബാഗ് ഉള്ള വാഹനങ്ങൾ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. ഇറ്റിയോസ്ലീവ് ഒക്കെ പക്കാ കേരള വാഹനം കേട്ടോ. അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് ഓഫർ ആയിട്ട് 7 ലക്ഷം രൂപക്ക് കൊടുക്കാം. 2018 മോഡല് 19 ഈ വാഹനം നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് റിലയൻസിന് തൊട്ടിച്ചാരി, റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ടിച്ചാരി പെരിന്തൽമണ്ണ റോട്ടിലാണ്. നമുക്ക് കേരളത്തിന് ലോങ് വരുന്നുണ്ടല്ലോ, ട്രെയിൻ മാർഗം വരികയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നേരെ ഷൊർണൂർ ടു നിലമ്പൂര്, രാജറാണി ഉണ്ട്. തിരുവനന്തപുരം മുതൽ ആ തല വരെ നിങ്ങൾക്ക് 200 രൂപക്ക് വണ്ടി വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റും. വാണിയമ്പലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് ബസ് കയറി കഴിഞ്ഞാൽ ഒരു 10 രൂപ പോയിന്റിൽ നമുക്ക് വണ്ടി ഇറങ്ങി സുഖമായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് പോകാം. വണ്ടി കണ്ട ആളുകൾക്കൊന്നും റേറ്റ് കുറക്കാതെ പോകൂല. കസ്റ്റമർക്ക് വണ്ടി പറ്റിയെങ്കിൽ റേറ്റിന്റെ കാര്യത്തിൽ വില്ലിങ് ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. അത്ര റേറ്റ് കുറച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന കാരണം ബിഗ് സെയിൽ കൂട്ടുകയാണ്. നമുക്ക് ഇഷ്ടം പോലെ സെയിലുകൾ, പുതിയ വണ്ടികൾ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മളൊന്നും പിടിച്ചിട്ട് കാര്യമില്ല, ഇതൊന്നും പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. പുതിയ അപ്ഡേഷൻ വരണം, എന്നാലേ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യാം. നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ ഫുൾ ആയിട്ട് കാണിക്കും. അപ്പൊ നിങ്ങൾ ഏത് സമയത്തും കോൺടാക്ട് ചെയ്തോളി. തീർച്ചയായും മാക്സിമം നിങ്ങൾ കൺഫേം ചെയ്യുക, എന്നിട്ട് നേരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഏത് സമയത്തും വരാം. ഇവരെ വീട് ഇവിടെ തന്നെയാണ്. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരും. വല്ല റീപ്ലേസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരും. ഒരു ബുദ്ധിമുട്ടില്ല. ആ കാര്യത്തിൽ ഒരു മടിയും കൂടണ്ട. എന്ത് റീപ്ലേസ് ഉണ്ടെങ്കിലും, ഫ്ലഡ് ഉണ്ടെങ്കിലും, എന്തുണ്ടെങ്കിലും നമ്മൾ സംസാരിച്ച് എല്ലാം കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ വാഹനം കൊടുക്കുള്ളൂ. ഒരിക്കലും നിങ്ങളെ വഞ്ചിക്കാൻ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരും. അത് കച്ചവടം കൂട്ടിയിട്ട് കാര്യമില്ല, ഉള്ള കച്ചവടം കറക്റ്റായി ചെയ്യാം.
ആ ആൾക്കാർ പിന്നെയും പുതിയ ആൾക്കാരെ കൊണ്ടുവരണം. യെസ്. അപ്പൊ നമുക്ക് നേരം എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് കേൾക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ഒരു കിഡ്ലൻ സെഡാൻ തന്നെ ആയിക്കോട്ടെ സമീർ ഭായ്. അതും തിരുവനന്തപുരം രജിസ്ട്രേഷൻ. കേരള സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിലാണ്. 477 നല്ല കിഡ്ലൻ ഫാൻസി നമ്പർ. ഡീസലിന് VMT ആണ്. നല്ല ഓപ്ഷനോട് കൂടിയ അലേവിയില് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. സൺറൂഫ് ഉണ്ടാവില്ല. തൊട്ട് താഴെ VX-ന്റെ തൊട്ട് താഴെയാണ്. ഓണർ സിംഗിൾ ഓണർ വണ്ടി. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് ക്യാമറ, സെൻസർ, അലേവിയില് എല്ലാ ഫീച്ചേഴ്സ്. മിച്ചിലിന്റെ ടയറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വാഹനം. VMT ആണ്. 14 ലാസ്റ്റ് അല്ല കേട്ടോ, 14 4 മാസം 5 മാസം ലാസ്റ്റ് അല്ല. ഫാൻസി നമ്പർ. VMT ആണ്. ഡീസലില് 22-23 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന ഹോണ്ട സിറ്റി സെഡാൻ ടൈപ്പ് പക്കാ കേരള സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം നിങ്ങൾക്ക് 5,90,000 രൂപ കൂടും. 590. ബെസ്റ്റ് പ്രൈസ് ആണ്. കസ്റ്റമർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആയിട്ടുണ്ട്. 1-ാം തീയതി വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ മതി. ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് തന്നെ ഡോക്യുമെന്റേഷൻ ഫുൾ ഓണുള്ള വാഹനമാണിത്. 7 ലക്ഷം രൂപ വരെ 2.5 കൊല്ലത്തേക്ക് നമുക്ക് ലോൺ ചെയ്യാം. 7 ലക്ഷം രൂപ വരെ. കസ്റ്റമർക്ക് 1,50,000 രൂപ കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ് ഫുൾ ഓൺ വാഹനങ്ങളിൽ. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ വാഹനങ്ങൾക്കും ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് 1-ാം തീയതി വരെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത് നമ്മള് ഇന്റർവ്യൂല് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞുകൊണ്ട് 2-ാം പാർട്ടിൽ വിട്ടുപോയതാണ്. അപ്പൊ 2 ഓഫറുകളാണ്. ഒന്ന് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ട്. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. വണ്ടി കണ്ടവർക്ക് പറ്റിക്കഴിഞ്ഞ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രൈസ് നമ്മൾ മാക്സിമം മുട്ടിച്ചു കൊടുക്കും. നമ്മൾ റേറ്റ് നമ്മൾ നോക്കണില്ല. കാരണം പുതിയ അപ്ഡേഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ നമ്മൾ പുതിയ ടോക്കൺ ചെയ്തിട്ടുണ്ട്. ആ പൈസകളൊക്കെ അവർക്ക് റീഫണ്ട് ചെയ്യണം. ഒക്കെ ഇവിടുന്ന് വിറ്റിട്ട് വേണം അവർക്ക് തിരിമറി ചെയ്യാൻ. മാക്സിമം ഡിസ്കൗണ്ട് സെയിലാണ്. കസ്റ്റമർ വന്നോട്ടെ, വെറുതെ ആവില്ല. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസും അതോടുകൂടെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ബുക്കിംഗ് എടുത്താൽ മതി. വെറുതെ ലോക്കൽ കോയമ്പത്തൂർ സ്റ്റീരിയോ അല്ല, നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് സ്റ്റീരിയോ. 1 ഇയർ വാറന്റി ഉള്ള റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള സംഗതിയാണ്. നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. 1-ാം തീയതി വരെ ബുക്കിംഗ് എടുത്ത കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എല്ലാ വാഹനങ്ങൾക്കും. അതിന് മാരുതി 800 എടുത്താലും അവർക്കും കിട്ടും. അടുത്ത തവണ നമ്മള് വീണ്ടും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. ഇതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമർക്ക് ഈ വാഹനം പുത്തൻ വണ്ടി നിർത്തിയതിന് ശേഷം ഇത്രത്തോളം ഈ സാധനത്തിന് ഡിമാൻഡ് ആയത്. ഈ വണ്ടിക്ക് കോസ്റ്റ് പറഞ്ഞാൽ സർവീസ് കോസ്റ്റ് വളരെ കുറവ്. അതായത് മെയിൻറ്റെയിൻ സാധാരണക്കാരന് കൊണ്ടുനടക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും. അത് നിങ്ങൾ ഒരു 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും ഈ ഇറ്റിയോസ് ലീവൊന്നും ഒരു സംഗതി പറ്റൂല. ഒന്നും പറ്റില്ല. അതാണ് ഈ വാഹനത്തിന്റെ മെയിൻ ക്വാളിറ്റി. എഞ്ചിൻ ക്വാളിറ്റിയാണ് മെയിൻ. 4 ടയറും പക്കയാണ് അല്ലെ. 4 പുത്തൻ ടയർ. കസ്റ്റമർക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്. കമ്പനിയിൽ നിന്നല്ല സർവീസ് ഇല്ല. 1 ലക്ഷം കിലോമീറ്റർ സർവീസ് കമ്പനിയിൽ നിന്നുണ്ട്. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നിലവിൽ ഈ കമ്പനി ഈ ഡോറ് റീപ്ലേസ് ചെയ്തില്ല, പാച്ച് വർക്ക് ചെയ്ത് പെയിന്റ് അടിച്ചിട്ടുണ്ട്. കമ്പനിയിൽ നിന്നാണ്, ഷോറൂമിൽ നിന്ന് തന്നെയാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കറക്റ്റ് ആയിട്ട് പറയുന്നത് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തില്ല, പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ എല്ലാ ഫീച്ചേഴ്സും ഡുവൽ ടൂൺ ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. വീഡിയാണ്. ഡീസലില് 23 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന വീഡിയാണ്. നമുക്ക് ഈ വാഹനം 7,50,000 രൂപയിൽ കൊടുക്കാം. 6,75,000 രൂപ വണ്ടിക്ക് ലോണും കിട്ടും. 6,75. ഒരു 10-60 രൂപ, ഒരു 75 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കസ്റ്റമർ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതെ. അടുത്ത തവണ നമുക്ക് ഒരു 7 സീറ്റർ ആയിക്കോട്ടെ അല്ലെ. അതെ. നമുക്ക് പൊതുവെ എല്ലാവരും അന്വേഷിക്കുന്നതാണ് 7 സീറ്റർ. 7 സീറ്റർ വാഹനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല, ക്യാഷ് ബാക്ക് ഓഫർ. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. 7 സീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ്, മൊബീലിയോ, VMT ആണ് ഫുൾ ഓപ്ഷൻ. നമ്പർ ഫാൻസ് നമ്പർ എടുത്തെടുത്ത് പറഞ്ഞ് വശമാകേണ്ട എഴുതിയിട്ടാണ്. എല്ലാം ഫാൻസ് നമ്പറാണ്. എടുക്കുന്ന വണ്ടികൾ 90% ഫാൻസ് നമ്പറാണ്. ഒരുവിധം വണ്ടികളൊക്കെ സിംഗിൾ ഓണറാണ്. അത് ലിവ സിംഗിൾ ഓണർ, മറ്റേ ഹോണ്ട സിറ്റി സിംഗിൾ ഓണർ, മൊബീലിയോ സിംഗിൾ ഓണർ. 20ന്റെ മുകളിൽ മൈലേജ്. 7 സീറ്ററിൽ ഇത്ര മൈലേജ് കിട്ടുന്ന വണ്ടി ഇല്ല തീർച്ചയായിട്ടും. ഇത് ലോങ് ഡ്രൈവിൽ ഇനിയും കൂടും കേട്ടോ. കസ്റ്റമറുടെ ഡ്രൈവിംഗ് കംഫർട്ട് നോക്കണം. അതായത് ഡ്രൈവ് ചെയ്യുന്ന ആള്
ആളെ ഇത് കൂടി നോക്കണം. എന്നാലും നമുക്ക് സെൻട്രലൈസ് വരുന്നുണ്ട്, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS അലോയില് കമ്പനി സ്റ്റീരിയോ മാറ്റിയിട്ട് അവര് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമതിന്റെ മുമ്പായിട്ട് നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, സാധാ സ്റ്റീരിയോ അല്ല, ആൻഡ്രോയിഡ് സ്റ്റീരിയോ. റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ 1.5 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ്, പുത്തൻ ഇൻഷുറൻസ്, 5 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. 6,20,000 രൂപ വരെ ലോൺ കൊടുക്കാം. 5,20,000 രൂപ വരെ വണ്ടിക്ക് റേറ്റ്. കൊണ്ടുപോവാ. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അതിന്റെ പുറമെ ഫ്രീ ആണ്, പേടിക്കണ്ട. നമ്മളൊരു പഴയ രാജാവിനെ, അതെ, രാജാവ് ലാൻസർ. നമ്മൾ കുറച്ചു കാലം കൊണ്ടുനടന്നു. അത് സൈസ് ഒക്കെ വീലൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ മാറി പഴയ കമ്പനി വീലുണ്ട്, അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ എഞ്ചിൻ ബഡും അതിന്റെ ഓയിലും ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാരണം നമ്മളിപ്പോ മാറിയിട്ടുണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കുക. റീപ്ലേസ് ഇല്ല. 2010 മോഡല് ലാൻസർ തപ്പി നടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അടിപൊളി വാഹനമാണ്. റീപ്ലേസ് ഇല്ലാത്ത നല്ല ബോഡി ക്വാളിറ്റി ഉള്ള എഞ്ചിൻ കണ്ടീഷൻ ഉള്ള വാഹനം. ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുതിയ ബാറ്ററിയാണ്. ഇൻഷുറൻസ് പുതിയതാണ്. 92,000 കിലോമീറ്റർ ആണ് നിലവിൽ സഞ്ചരിച്ചിട്ടുള്ളത്. ടയർ കണ്ടീഷൻ ഒക്കെ അത്യാവശ്യം നല്ല കണ്ടീഷൻ ടയർ ഉണ്ട്. സെൻട്രൽ ലോക്ക്, റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1-ാം തീയതിക്ക് മുമ്പ് ബുക്ക് ചെയ്ത ആളുകൾക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് 2,25,000 നമ്മൾ ചോദിക്കുന്ന റേറ്റ്. ഇനിയും പ്രൈസ് കുറച്ചു കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ഇനി സ്റ്റോക്ക് അപ്ഡേഷൻ ചെയ്യാൻ അയക്കുന്നു. ഇനി റേറ്റ് മാക്സിമം കുറച്ചു കൊടുക്കാം. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ. റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട, മാക്സിമം ഡിസ്കൗണ്ട്. അടുത്ത മാരുതി എസ്ക്രോസില് ആൽഫ വാഹനം, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. ആണ് കൂടുതൽ കാണാറുള്ളത്. ആൽഫ വളരെ കുറവാണ്. ആണ് കൂടുതൽ കാണാറുള്ളത്. ഇത് ആൽഫയാണ്. ലോ കിലോമീറ്റർ, 60,000 കിലോമീറ്ററിൽ ഡീസൽ എഞ്ചിന്, 17 ഡിസംബർ സെക്കൻഡ് ഓണർഷിപ്പ്. അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ വൈപ്പർ, ലെതർ സീറ്റ്, നല്ല 4 ടയർ, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ DRL, ഡയലൈറ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. അതെ. എത്ര നമ്മൾ ചോദിക്കണം? 8.25 ലക്ഷം രൂപ കൊടുക്കാം. 8.25 ലക്ഷം രൂപ ലോൺ കൊടുക്കാം. 8.25 ഫുൾ ലോണിൽ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ. മൈലേജിന്റെ എന്താണെങ്കിലും ഹൈബ്രിഡ് വരുന്ന വണ്ടിയാണ്. 18ന്റെ മുകളിൽ 20ന്റെ അടുത്ത് മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ നെക്സ വരുന്നതാണ്, കുറച്ച് ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യൂല. അതായത് മാരുതിയിൽ നല്ലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്ന വണ്ടി എസ്ക്രോസ് ആയിരിക്കും. അത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് എസ്ക്രോസ്. അടുത്താണ് നമ്മള് വീണ്ടും സെഡാൻ ടൈപ്പ് പക്ക ജെനുവിൻ കേരള രജിസ്ട്രേഷൻ വണ്ടി. അത് 2011 ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 2011 ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. പുതിയ ഇൻഷുറൻസ് എടുത്തെടുക്കും. KL 179900 ഫാൻസി നമ്പർ. ടയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് നിലവിൽ കെട്ടിക്കൊടുക്കും. നിലവിലുള്ള ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. 3.25 ലക്ഷം IDV ഉള്ളത്. അതേ IDV തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതില് കസ്റ്റമർക്ക് നമ്മൾ ഇപ്പൊ ആൻഡ്രോയിഡ് സ്റ്റീരിയോ 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. 9 അല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്, 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പോരാത്ത കസ്റ്റമർക്ക് ഇനിയും 9 ഇഞ്ച് അധികം കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുക്കും. 12 ഇഞ്ച് നിലവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് കൂടാതെ നമ്മൾ 9 ഇഞ്ച് ഇനിയും ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണ്. 11 ലാസ്റ്റ് വാഹനം. 4.25 രൂപ. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ. 3.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഇനിയും റേറ്റ് കുറച്ച് കൊടുക്കാം. അതെ. ന്യൂ മോഡൽ സ്വിഫ്റ്റ് റെഡ് റിയാസ് ഭായ് 19 ഷിഫ്റ്റ് ഒക്കെ എന്ത് വില വരിക? ഷിഫ്റ്റ് 6.5 6.25 റേഞ്ചിൽ വരും. 5.80 കൊടുക്കാം. 5.80. 19 8-ാം മാസം വണ്ടി. നമുക്ക് ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 44,000 കിലോമീറ്റർ. LXI ഓപ്ഷണൽ ആണ്. എങ്ങനെ നമുക്ക് ഇത്രയും വില റേറ്റ് ഇനിയും കുറച്ച് കൊടുക്കാൻ കസ്റ്റമർക്ക് നേരിട്ട് ഇനിയും വന്നോട്ടെ. മാക്സിമം ഇനിയും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. 5.5 ലക്ഷം രൂപ IDV വാല്യൂ ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങളുണ്ട്. വണ്ടിക്ക് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC പവർ സ്റ്റാരിംഗ്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, ഡുവൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഈ എടുക്കുന്ന കസ്റ്റമർക്കൊക്കെ 5,30,000 രൂപ വരെ ലോൺ ചെയ്യും. 35,000 വരെ ചെയ്യും. 5.35 നമ്മൾ ചോദിക്കുന്നത് 5.80 രൂപ സുഖമായിട്ട് വണ്ടി ഉണ്ടോ? കസ്റ്റമർക്ക് 5.80 35 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോണും ചെയ്യാം. അതെ. അപ്പൊ നമുക്ക് ഒന്നും നോക്കണ്ട. അതും ചെറിയ കിലോമീറ്റർ വണ്ടി. 44,000 കിലോമീറ്റർ ഹിസ്റ്ററിയൊക്കെ എടുത്തിട്ട് പോകുന്ന മേജർ ആക്സിഡന്റോ പെട്രോൾ 19 ആകുമ്പോൾ പെട്രോൾ ആയി വരുള്ളൂ. പിന്നെ അതുപോലെ പിന്നെ പെട്രോളിന് 10% ഈ സാധനം മൈലേജ് ഉണ്ട്. കാരണം ഈ കമ്പനി പറയുന്ന മൈലേജ് ഞാൻ പറയുന്നില്ല.
23 ആണ്. അതെന്തായാലും നോക്കണ്ട, ഒരു 18-20 അകത്ത് കിട്ടും. 18 എന്തായാലും നോക്കിയാൽ മതി, എന്തായാലും കിട്ടും. അതെ. അടുത്തതാണ് നമ്മള് വീണ്ടും SUV 500 ഏറ്റവും ടോപ്പ് എൻഡ്, അതും കുറച്ച് 2.5 ലക്ഷം റുപ്യ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റണ വണ്ടി. ആ വണ്ടി ഇനിയിപ്പോ നിങ്ങൾക്ക് XUV ചെറിയ ബഡ്ജറ്റില്, അതും W8, അന്നത്തെ ടോപ്പ് എൻഡ്. കാരണം 15-നാണ് W10 വന്നിട്ടുള്ളത്. ഇത് W8 ആണ്. അതും നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 2012 ലാസ്റ്റ്. ഇൻഷുറൻസ് ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കസ്റ്റമർ അടച്ചിട്ടുണ്ട്. 3.5 ലക്ഷം IDV ഉള്ള ഇൻഷുറൻസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ 8 എയർ ബാഗ്, അതുപോലെ തന്നെ നാവിഗേഷന്, ലെതർ സീറ്റ്, എല്ലാ ഫീച്ചറിലോടും DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്. നമുക്ക് 5,60,000 രൂപ കൊടുക്കാം. 5,60,000 മാക്സിമം നമുക്ക് 4.5 മുതൽ 5 ലക്ഷം വരെ കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റില് ഒരു 7 സീറ്റർ 4.5-5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന 7 സീറ്റർ ഉള്ള വാഹനം. അതെ. അടുത്താണ് എർട്ടിഗ. ഇതിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ടാക്സി പർപ്പസിലുള്ള വാഹനമാണ്. നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളിപ്പോ നിലവിൽ ഈ വാഹനം ഇപ്പൊ നിയമം മാറി. ഈ 2 മാസമായിട്ട് നിയമങ്ങൾ മാറി. അതായത് ടാക്സി വാഹനങ്ങളാണെങ്കിലും ലൈഫ് ടാക്സ് അടച്ചാലേ ടെസ്റ്റ് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഈ ടെസ്റ്റ് എടുത്തു. ലൈഫ് ടാക്സ് 34,400 രൂപ ടാക്സ് കെട്ടി. ഇപ്പൊ ഇൻഷുറൻസ് എടുത്തു, പെർമിറ്റ് എടുത്തില്ല, ഇൻഷുറൻസ് എടുത്തു, GPS ഫിറ്റ് ആക്കി, വണ്ടി എല്ലാം കണ്ടീഷൻ, സിംഗിൾ ഓണർ വണ്ടി, 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം, ഡീസലില്. ആ വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡിക്കി റീപ്ലേസ് ആണ്, കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഡിക്കി. ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. വേറെ മേജർ ആക്സിഡന്റ്, പില്ലറിന്റെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിക്കി മാത്രം കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഉള്ളോട്ട് പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല ടയർ 2 ഓക്കെയാണ്, 2 കുറവുണ്ട്. ഇതൊക്കെ ടാക്സി വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ശ്രദ്ധിക്കണം, അതാണ് എടുത്ത് പറയുന്നത്. ഇതിന്റെ കിലോമീറ്റർ കറക്റ്റ് ആവാൻ സാധ്യതയല്ല. കാരണം ടാക്സി വണ്ടി 1.17 ആണ് അതിൽ കിടക്കുന്നത്. അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ. നമുക്കിപ്പോ പ്രൈവറ്റ് വാഹനമാണെങ്കിൽ കറക്റ്റാ, 15 മോഡല് പ്രൈവറ്റ് വാഹനമാണെങ്കിൽ ഒരു 1.10 ഒക്കെ കറക്റ്റ് ഓടിയിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ ടാക്സി ആകുമ്പോൾ എന്തായാലും അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് കറക്റ്റ് കിലോമീറ്റർ അല്ലാന്ന് പറഞ്ഞിട്ടാണ് വണ്ടി കിട്ടിയിട്ടുള്ളത്. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. മെക്കാനിക് ഒക്കെ ഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്താണ്. വേറെ മെയിൻ ഗ്ലാസ്, ബോണറ്റോ, ഡോറോ, ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. ഡിക്കി റീപ്ലേസിന്റെ വണ്ടി 5,25,000 രൂപക്ക് 15 മോഡല് ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് എർട്ടിക്ക ടാക്സിയിൽ ലൈഫ് ടാക്സിലുള്ള വണ്ടി കൊണ്ടുപോകാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 4.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 4 ലക്ഷം IDV ഉള്ള ഇൻഷുറൻസ് പുതിയ ഉണ്ട്. അടുത്ത തവണ നമുക്ക് റിഡ്സൺ ആയിക്കോട്ടെ, മാരുതി തന്നെ റിഡ്സ്. അതും നല്ല ഡീസൽ വണ്ടി, ന്യൂ മോഡൽ കേട്ടോ. ഡീസലില് ന്യൂ മോഡൽ 12 ലാസ്റ്റ് മുതലാണ് ന്യൂ മോഡൽ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഇതൊരു കസ്റ്റമർ സെയിൽ വാഹനം കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്ത് പോയപ്പോ അവര് നിർത്തിപ്പോയതാണ്. കാരണം നമുക്ക് അവര് മോഡൽ കൂടിയ വണ്ടികൾ നമ്മുടെ കയ്യിൽ എപ്പോഴും മോഡൽ കൂടിയ വണ്ടികൾ ഉണ്ടാവാറുള്ളൂ. 21 മോഡല് 22 മോഡലൊക്കെ കിയ എടുത്തപ്പോ അവര് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ്. 2014 സെക്കൻഡ് ഓണർഷിപ്പ്, 1,20,000 കിലോമീറ്റർ, മെക്കാനിക് ഒക്കെ ഫിറ്റ്, ടയർ കണ്ടീഷനൊക്കെ ഒരു 70% ടയർ കണ്ടീഷൻ ഉണ്ട്. ഇൻഷുറൻസ് തേർഡ് പാർട്ട് ആണുള്ളത്. കസ്റ്റമർക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ 3,30,000 വരെ ലോൺ ചെയ്യാം. നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ, ഇന്റീരിയർ സൈഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമുക്ക് 3,60,000 രൂപക്ക് കൊടുക്കാം. കസ്റ്റമർക്ക് 3,30,000 വരെ ലോണും ചെയ്യാം. 30,000 രൂപ ഉണ്ടെങ്കിൽ ഡീസലില് റിഡ്സ് VDI 14 ലാസ്റ്റ്, 14 റിഡ്സ് ലാസ്റ്റ് VDI നിങ്ങൾക്ക് കൊണ്ടുപോകാം. അടുത്തതാണോ പോളോയില് റെഡ് കളർ. ഒരുപാട് ആളുകൾ നമ്മൾ എൻക്വയറി ചെയ്യുന്ന കളറാണ് റെഡ്. വൈറ്റ് പോളോ GT നമ്മുടെ കയ്യിലുണ്ട്. അതും ഹൈലൈൻ ആണ്. റെഡ് ഡീസലാണ്, ഡീസലും ഹൈലൈൻ ആണ്. 2015 മോഡല്, 15 മോഡല് പോളോ നമുക്ക് ഹൈലൈൻ ഓപ്ഷന്, മണ്ണാർക്കാട് രജിസ്ട്രേഷൻ ആണ്, 87 ഫാൻസി നമ്പർ. ടയർ കണ്ടീഷൻ നമ്മൾ 2 ടയർ മാറി കൊടുക്കും. 2 ടയർ കുഴപ്പമില്ല. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും നിലവിലില്ല. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹൈലൈന് ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും ടോപ്പ് വേരിയന്റ് ഹൈലൈന്.
ഡുവൽ എയർ ബാഗ്, ABS, അലോയ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഫോഗ് ലാമ്പ്, ഓട്ടോ മിറർ അടക്കം വരുന്ന വാഹനമാണ്. കമ്പനി അലോയ് കാര്യങ്ങളൊക്കെ ഫിറ്റഡ് ആണ്. നമുക്ക് 14-ന് ശേഷമാണ് ഈ ഹെഡ്ലൈറ്റിൽ വ്യത്യാസം വരുന്നത്. ഇതിന്റെ കിണ്ണം വൈറ്റ് ഹെഡ്ലൈറ്റ് ആണ് 14 വരെ വരുന്നത്. 15-ന് ശേഷമാണ് ഈ ഹെഡ്ലൈറ്റിന്റെ മാറ്റം വരുന്നത്. ഇത് കമ്പനി തന്നെ ഈ കാര്യങ്ങൾ വരുന്നതാണ്. 5,30,000 രൂപ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രൈസ് ഇനിയും കുറച്ച് കൊടുക്കും, ഡയറക്റ്റ് വന്നോട്ടെ. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. കസ്റ്റമർക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഫ്രീ ആയിട്ട് ഒരു 1-ാം തീയതി വരെ ഉണ്ട്. 4,90,000 വരെ ലോണും കൊടുക്കാം. 490 ചെറിയ പൈസ കൊണ്ടുപോകാം. അടുത്ത വീണ്ടും നമ്മൾ സ്വിഫ്റ്റ്, റെഡ് ആയിരുന്നു, വൈറ്റ്. ഇത് കസ്റ്റമർ നമ്മൾ അഡ്വാൻസ് ആക്കിയിട്ടുണ്ട്. ലോണിന് കൊടുത്തിട്ടാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 19 മോഡൽ ഡീസലാണ്. ഇപ്പൊ ലോണിന് കൊടുത്തിട്ടുണ്ട്. കിട്ടിയാൽ അവർ കൊണ്ടുപോകും. ഇത് ഏകദേശം ഫുൾ ഓണുള്ള വണ്ടിയായിരുന്നു. i20 എലൈറ്റ് i20 ഡീസലില് 17 മോഡല്. കസ്റ്റമർ ഇപ്പോ ഡയറക്റ്റ് കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് പേര് മാറുന്ന ബുദ്ധിമുട്ടുകളെ ഒരുപാടുണ്ട്. ഇതിപ്പോ പേര് മാറാൻ കൊടുത്തിട്ടുണ്ട് കസ്റ്റമർ. ഇത് 76,000 കിലോമീറ്റർ, 2017 ലാസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഇല്ല. 17 ലാസ്റ്റ് റീപ്ലേസ് ഇല്ലാത്ത i20 എലൈറ്റ് ഡീസൽ വാഹനം. ഡുവൽ എയർ ബാഗ്, ABS, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, 11 ഇഞ്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്ലാറ്റിന്റെ അലോയില്, വിലപിടിപ്പുള്ള അലോയിലും ടയറുണ്ട്. നല്ല അടിപൊളി ടയറും വീലും ഉണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമ്മൾ ഫ്രീ ആയിട്ട് പിന്നെ കൊടുക്കും ചെയ്യും കേട്ടോ. കസ്റ്റമർക്ക് 5 ലക്ഷം ഐഡിയുള്ള പുതിയ ഇൻഷുറൻസ് ഇപ്പൊ 2 ദിവസമായിട്ടുള്ള എടുത്തിട്ട് പേര് മാറാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി 5,60,000 രൂപ കൊടുക്കാം. 5,60,000 5,30,000 വരെ ലോൺ ചെയ്യാം. 25 രൂപ സുഖമായിട്ട്. അതും ഡീസലാട്ടോ. ഡീസൽ 76,000 കിലോമീറ്റർ ഓടിയ i20 നമുക്ക് 5,60,000 കൊടുക്കാം. കസ്റ്റമർ കൊടുക്കാം. ക്രോസ് മോഡൽ ആക്റ്റീവ് ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. XX ഫുൾ ഓപ്ഷൻ, 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, നാവിഗേഷന് ഇൻബിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്, DRL, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്. നമ്മള് കോർണർ റേറ്റ് വരെ വരുന്ന വണ്ടിയാട്ടത്. നമുക്ക് വലത്തോട്ട് ഓടിക്കുമ്പോൾ കോർണർ റേറ്റ് വരെ വരുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാട്ടോ. ഇത് ക്രോസ് മോഡലാണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ഉള്ള വണ്ടികൾക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് വേണ്ട. 1-ാം തീയതി വരെ ഞങ്ങൾ കയ്യിൽ നിന്ന് ഡോക്യുമെന്റേഷൻ ചാർജ് വാങ്ങൂല. ഫുൾ ഓൺ ഉള്ള വണ്ടിയിൽ വാങ്ങൂല. ഫുൾ ഓൺ ഒക്കെ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ ചാർജും വേണ്ട, 1 രൂപ വേണ്ട, അങ്ങനെ കൊണ്ടുപോകാം. 4 മറാസ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 4 എണ്ണം, 1 അല്ല 2 അല്ല 3 അല്ല 4 എണ്ണം. അത് 4ഉം ഫുൾ ഓൺ ആണ്. പോരാത്ത ഇത് ടാക്സി വാനാണ്. ഇത് 2018 മോഡല്, 11-ാം മാസം പുതിയ ടെസ്റ്റ് എടുത്ത് പുതിയ ഇൻഷുറൻസ് എടുത്ത് ഫുള്ള് GPS അടക്കം ഫിറ്റ് ഉള്ള വാഹനം നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ. പ്രൈവറ്റ് ആണെങ്കിൽ ഇത് വണ്ടിക്ക് 11 ലക്ഷം വരെ ലോൺ കിട്ടും. M6 ആട്ടോ, M6. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ M8 ആണ് പരിചയപ്പെട്ടത്. M8 ആണ് കഴിഞ്ഞ ഇതിൽ കാണിച്ചത്. M6-ൽ 2-3 വണ്ടികൾ വേറെയും പുതിയ ഇനി വരാണ്ട്. അതായത് ഇതിന് ഫീച്ചേഴ്സ് കുറവുണ്ടാകുക. ഇത് 16 ഇഞ്ച് അലോയിലാണ് വരിക. 17 ഇഞ്ച് അലോയിലാണ് വരിക. ഇത് 16 ഇഞ്ചാണ് വരിക. പിന്നെ ബാക്കിൽ കർട്ടൻ വരും. M6 ആവുമ്പോൾ, M8 ആവുമ്പോൾ ബാക്കിൽ കർട്ടൻ വരും. ആൻഡ്രോയിഡ് ഓട്ടോയാണ് കമ്പനി വരിക. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ അല്ല, ഇത് ഫുൾ ടച്ച് സ്ക്രീൻ നാവിഗേഷനാണ് വരിക. പക്ഷെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ല വരിക. മറ്റേ ബാക്കിയുള്ള ഫീച്ചേഴ്സുകളൊക്കെ സെയിം ആണ്. ക്രൂസ് കൺട്രോൾ വരുന്നില്ല. വോളിയം കൺട്രോളും വോയിസ് കമാൻഡും വരുന്നുണ്ട്. വോയിസ് കൺട്രോൾ വരുന്നില്ല. M8-ലാണ് വരുന്നത്. അതുപോലെ തന്നെ മിറർ ഫോൾഡിങ് വരുന്നില്ല. അത് M8-ഉം M6-ഉം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. വലിയ വ്യത്യാസങ്ങളില്ല. ഇതിന് അലവിലുണ്ട്, അതിനും അലവിലുണ്ട്. കസ്റ്റമർ കാഴ്ചയിൽ അലവിൽ മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സുകളുടെ മാറ്റങ്ങളുണ്ട്. അതെ, അതിനേകദേശം 17 ലക്ഷം 18 ലക്ഷം രൂപ വില വന്നിട്ടുള്ള വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 15 ലക്ഷം 14.25 15 ലക്ഷം രൂപന്റെ അടുത്ത് വില വന്നിട്ടുള്ള വണ്ടിയാണ്. 8 ലക്ഷം രൂപ കൊടുക്കുക. ഇത് ടാക്സിയിലാണ്. പ്രൈവറ്റ് ആണെങ്കിൽ വണ്ടിന്റെ വില പിന്നെയും കൂടും. ഒക്കെ സിംഗിൾ ഓണർ വാഹനം. മാരുതിന്റെ വണ്ടിയിൽ ഫുൾ ഓൺ വേണ്ട. ക്യാഷ് ബാക്ക് അങ്ങോട്ട് 25,000 രൂപ ക്യാഷ് ബാക്ക് അങ്ങോട്ട് 25,000 എല്ലാം ഒരു 35,000 ഉണ്ടാവും ക്യാഷ് ബാക്ക്. ആയിട്ട് നമ്മൾ ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. അതെ,
അപ്പൊ ഇതെങ്ങനെയായിരുന്നു? നല്ല നമ്പർ 2016 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, 4 പുതിയ ടയറ്, പുതിയ പമ്പറ്റുമ്പർ ഇൻഷുറൻസ്, ഫസ്റ്റ് ക്ലാസ് അല്ല കേട്ടോ, പമ്പറ്റുമ്പർ ഇൻഷുറൻസ്, എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടി. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, കമ്പനി സ്റ്റീരിയോ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാം, കാര്യങ്ങളൊക്കെ സെൻസർ, ക്യാം ഇല്ല കേട്ടോ, ക്യാം ഇല്ല, സെൻസർ, അടിപൊളി വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയറും പുത്തൻ ടയറാണ്. നമ്മള് പുത്തൻ ടയർ വരുമ്പോ ഇത് കാണിച്ചു കൊടുക്കണം. പുതിയ ഇയർ നോക്കണം. പുത്തൻ ടയർ വരുമ്പോ പുതിയ ടയറാണ്. 23 ടയർ, 2023 ടയർ, 23 ടയർ. 5,25. 16 ലാസ്റ്റ് സിംഗിൾ ഓണർ. അത് നമുക്ക് 35,000 കൊണ്ടുപോകും ചെയ്യാം. 5,65,000 വരെ ലോണും കൊടുക്കാം. ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആവുമ്പോ 35,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്. 1-ാം തീയതി വരെ 35,000 രൂപ ക്യാഷ് ബാക്ക്. അടുത്താണ് GT. വീണ്ടും നമ്മൾ പോളോ റെഡ് കഴിഞ്ഞു. ഇതാണോ പോളോ GT? ഒരുപാട് ആളുകൾ ഫാൻ ബേസ് ഉള്ള വാഹനമാണ്. GTയില് ഹൈലൈനില് GTIന്റെ ഗ്രില്ലും GTIന്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റം ചെയ്ത വാഹനമാണ്. പ്രൊജക്ടർ, DRL, റണ്ണിംഗ് ലൈറ്റ്, ഡയലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇതിന്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സ്പോർട്ടി വാഹനമായിട്ടത്. 2015 മോഡല്, 2015 മോഡല്, 82,000 കിലോമീറ്റർ. ഹൈലൈനില് GTയില് 1.2 ലിറ്റർ എഞ്ചിനാണ്. 7 സ്പീഡ് ഗിയർ ബോക്സ്. 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. കസ്റ്റമർ എക്സ്ട്രാ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പേഴ്സും ഫ്രീ ഉണ്ട്. അത് നമ്മളെ പൈസ ആണ്. അത് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പൈസ ഫ്രീ അല്ല. അത് വണ്ടി നല്ല ക്വാളിറ്റിയാണ്. നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർ എടുക്കുന്ന കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക് വണ്ടി 5.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 5.5 ലക്ഷം റുപ്യക്ക് ഓട്ടോമാറ്റിക് പോളോ കിട്ടാൻ പ്രയാസമാവും. 82,000 കിലോമീറ്റർ, റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ഐലൈൻ ആട്ടോ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ട്രെൻഡ് ലൈൻ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ ഡീസലില് പോളോ ഓട്ടോമാറ്റിക് ഇല്ല. ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യാറുണ്ട് ഡീസലില് പോളോ ഉണ്ടോ വെച്ചിട്ട്. നിലവിൽ വന്നിട്ടില്ല. പെട്രോളിലാണ് പോളോ വന്നിട്ടുള്ളത്. 1 ലിറ്ററും 1.2 ലിറ്ററും ആണ് വന്നിട്ടുള്ളത്. ഇത് 1.2 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. DSG ഗിയർ ബോക്സ്. ഫാൻ ബേസ് ഉള്ള വാഹനം നിങ്ങൾക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപക്ക് കൊണ്ടുപോകാം. അതിൽ 5.5 ലക്ഷം രൂപയിൽ 5.5 ലക്ഷത്തില് ഒരു 4.5 to 5 ലക്ഷം വരെ ലോൺ ചെയ്യാം. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. അതും പോളോ GT ഒരുപാട് ഫാൻ ബേസ് ഉള്ള വാഹനം ഇറക്കാം. ബഡ്ജറ്റ് റേഞ്ചിൽ 7 സീറ്റർ കസ്റ്റമർക്ക് 50,000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന വാഹനം. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്. 5 പുത്തൻ ടയർ, 23 ടയർ കേട്ടോ. 5ഉം, അതായത് ഈ ടയറൊക്കെ എടുക്കുന്ന കസ്റ്റമർക്ക് ഇതൊക്കെ പകുതി ടയർ കിട്ടുകയാണെങ്കിൽ ഒരു ടയറിന് 8,000 രൂപ 9,000 അടുത്ത് വരെ വരുന്നുണ്ട്. 8,000 അടുത്ത് എന്തായാലും വന്നിട്ടുണ്ട്. കൺഫേം ആണ്. ഇത് M8 ആണ്, T8 ആണ് ടോപ്പ് വേരിയന്റ്. ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിന്റെ മീറ്റർ കംപ്ലൈന്റ് ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ആ മീറ്റർ കംപ്ലൈന്റ് ഉള്ളത്. അതിപ്പോ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സാധനം എവിടെയും കിട്ടാല്ലാത്ത ആ മീറ്റർ കിട്ടാല്ല. കാരണം പെട്ടെന്ന് കംപ്ലൈന്റ് ആവണല്ല സംഗതി. അത് പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം കംപ്ലൈന്റ് ആയതാണ്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 5 ടയർ സ്റ്റെപ്പിന് അടക്കം പുതിയത്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഷുറൻസ് പുതിയത് ഇൻഷുറൻസ് കെട്ടിക്കൊടുക്കാം. ഓണർ സിംഗിൾ ആണ്. വണ്ടി നമുക്ക് നല്ല സ്പേസും ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. യാത്രക്ക് നല്ല കംഫർട്ടബിൾ ആണ്. യൂട്ടിലിറ്റി വാഹനമാണ്. 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലിൽ 17 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം. TUV 300 T8 സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷനിൽ ഡീസൽ. നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 6,20,000 രൂപ റേറ്റിൽ വാഹനം കൊടുക്കാൻ പറ്റും. 6,80,000 രൂപ കൺഫേം ആയിട്ട് ലോൺ കൊടുക്കാം. അങ്ങോട്ട് പൈസ ഉണ്ടാകാം. ഫുൾ ലോൺ ഉള്ള വാഹനങ്ങൾക്ക് ഡോക്യുമെന്റേഷൻ ചാർജ് ഫ്രീ ആണ്. പിന്നെ അപ്പൊ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ നമുക്ക് 1-ാം തീയതി വരെ ബുക്ക് ചെയ്യണവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡസ്റ്റർ ഉണ്ട്. വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് 390 കൊടുക്കാം. 13 രജിസ്റ്റർ ഡസ്റ്റർ 85. അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൂടി പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വണ്ടൂര് തന്നെ പെരിന്തൽമണ്ണ റോട്ടില് മാവേലി സ്റ്റോർ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരിവാൻ റോഡ്. അപ്പൊ ഇതിന് നമ്മൾ തൊട്ട് മുമ്പത്തെ
പാർട്ട് കാണാത്തവർക്കായിട്ട് നമ്മൾ ഒരുപാട് collection നമ്മള് അത് ഇഷ്ടംപോലെ കോമ്പസ് ഉണ്ട്. ജീപ്പ് നമുക്ക് കോമ്പസ് 4 ലക്ഷം രൂപ ക്യാഷ് ബാക്കുള്ള വണ്ടി. ക്യാഷ് ബാക്കുള്ള 4 ലക്ഷം രൂപ വണ്ടി. മിസ്ബുഷിന്റെ ഒരു പെജീറോ പജീറോ, അതും റെഡ് ആൻഡ് വൈറ്റ് ഏറ്റവും കൂടുതലുള്ള കസ്റ്റമർ ഉള്ള വാഹനമാണ് റെഡ് ആൻഡ് വൈറ്റ്. ഫോർ വീല് ഒരുപാട് കസ്റ്റമർ ഇതിന് കച്ചവടം പറഞ്ഞ് സംസാരിച്ച് വെച്ചത്, പക്ഷെ നമ്മൾ സർവീസ് ചെയ്യുന്ന കാരണം നമുക്ക് സമയം വണ്ടി ഡെലിവറി എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഈ പാർട്ട് നമ്മൾ കഴിഞ്ഞതാണ്. അതെ, ഇതിൽ നമുക്ക് ഫുൾ ഓണുള്ള കിടക്കാച്ചി വാഹനങ്ങൾ, ക്യാഷ് ബാക്കുള്ള ക്യാഷ് വാഹനങ്ങളൊക്കെ ബാക്കുള്ള ഉണ്ട്. ഓടി full on നമുക്ക് ഫുൾ ഓണിൽ കിട്ടുന്ന വണ്ടി. അതെ, അപ്പൊ ഇതാണ് നമുക്ക് കസ്റ്റമറെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കിട്ടുന്ന ഓടി, മറാസോ, ഡസ്റ്റർ, അതുപോലെ തന്നെ ഫിഗോ, രണ്ട് പാർട്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളി, വണ്ടി കൺഫേം ചെയ്തിട്ട് നേരെ വിളിച്ചിട്ട് നേരെ എന്ത് ചെയ്തോളൂ വന്നോളി. നിങ്ങൾ എന്താ വെച്ചാൽ അത്രയും നമുക്ക് അല്ലെ ആളുകൾ വരുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡീലിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിക്കുക, കൺഫേം ചെയ്താൽ നേരെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽസുകളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. റേറ്റിന്റെ ബാർഗനിങ് കൂടുതൽ സമയം പോകുന്നത്, കാരണം അത് വന്നിട്ട് സംസാരിക്കാം. കാരണം റേറ്റിന്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിൽക്കുന്ന കസ്റ്റമറെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് വന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടുന്നത് വന്നിട്ട് നമുക്ക് ക്യാഷിന്റെ കാര്യം സംസാരിക്കാം. അതെ, അതെ, ഡീലാക്കുക, പോവാം. അതെ, മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കും, അത് കൺഫേം ആണ്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട, നമുക്ക് ഇങ്ങനെ ഒരുപാട് സംസാരിച്ച് കഴിയുമ്പോൾ ഇവിടെ കസ്റ്റമർ മിസ്സാകുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ. അവര് സംസാരിക്കാൻ നമുക്ക് നല്ല സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവര് 3/4 മണിക്കൂർ നിന്ന് സംസാരിക്കാം, നമുക്ക് സന്തോഷമുള്ളൂ അവർക്ക്. അതെ, അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഓഫർ ടൈം, ഈ 1-ാം തീയതിക്ക് മുമ്പ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടികൾ വേണമെങ്കിൽ വേഗങ്ങൾ എന്ത് ചെയ്തു ആർ ബി മോട്ടോഴ്സിക്ക് വന്നോളി. വണ്ടൂരാണ്, മലപ്പുറം ജില്ലയിൽ ട്രെയിനിന് വരുന്നവർക്കാണെങ്കിൽ നിലമ്പൂർ പിന്നെ ഷൊർണൂർ വന്നിട്ട് നമുക്ക് വാണിയമ്പലം നിലമ്പൂർ റൂട്ടിലാണ് ഈ ഒരു വരുന്നത്. നമുക്ക് വാണിയമ്പലത്ത് ഏകദേശം 3 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത്. സോ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വണ്ടി ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ബെസ്റ്റ് സമയമാണ്. ഡൗൺ പേയ്മെന്റ് വേണ്ട, ഡോക്യുമെന്റേഷൻ ചാർജ് ഇല്ല. അപ്പോൾ ഫുൾ ഓണിൽ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ വാഹനങ്ങളായിട്ട് പോവാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.